നമസ്കാരം. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ നടത്തിയ പ്രസംഗം ഇസ്രായേലിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായി കണക്കാക്കാം. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ശരിക്കും നെതന്യാഹു കത്തിക്കയറുകയായിരുന്നു. അദ്ദേഹം പ്രസംഗത്തിനായി എത്തിയപ്പോൾ ഒരു വലിയ വിഭാഗം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പ്രതിഷേധ സൂചകമായി ഇറങ്ങിപ്പോവുകയായിരുന്നു. കൂടാതെ മറ്റു പലരും മേശയിലടിച്ചും ശബ്ദമുണ്ടാക്കിയൊക്കെ തന്നെ നെതന്യാഹുവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനും ശ്രമം നടത്തി. എന്നാലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് തന്നെയാണ് നെതന്യാഹു അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. തങ്ങളുടെ രാജ്യത്തെ നിരന്തരമായി ആക്രമിക്കുന്ന തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ മാത്രമല്ല, ഐക്യരാഷ്ട്ര സഭയ്ക്കെതിരെ തന്നെ അതിശക്തമായി വിമർശനം ഉന്നയിച്ചതിന് ശേഷമാണ് നെതന്യാഹു തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ ഭാഷയിലാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്. ഐക്യരാഷ്ട്ര സഭയുടെ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളോടും നെതന്യാഹു ശബ്ദമുയർത്തിയത് ദേഷ്യത്തോടെ ആയിരുന്നു. ഐക്യരാഷ്ട്രസഭ ഇരട്ടത്താപ്പാണ് കാട്ടുന്നതെന്ന് ആരോപിച്ച നെതന്യാഹു തങ്ങളുടെ രാജ്യത്തിനെതിരെ നിരന്തരമായി പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ അനുമതി നൽകിയ ഐക്യരാഷ്ട്രസഭയുടെ നിലപാടിന് നേരെയും ശക്തമായി വിരൽ ചൂണ്ടി. എന്തൊരു കാപട്യം, എന്തൊരു ഇരട്ടത്താപ്പ്, എന്തൊരു തമാശ എന്നാണ് നെതന്യാഹു ഇതിനെ വിശേഷിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭ ഇത്രയും തരം താഴരുത് എന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടേണ്ടതാണെന്ന് നെതന്യാഹു പറഞ്ഞു. ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും ഒന്നിക്കും, ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കും. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ദികളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നും നെതന്യാഹു പൊതുസഭയെ അറിയിച്ചു. കീഴടങ്ങിയില്ലെങ്കിൽ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ തങ്ങൾ പോരാട്ടം തുടരുമെന്നും അതിൽ യാതൊരു മാറ്റവുമില്ലെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു. കിരാതന്മാരായ കൊലപാതകൾക്കെതിരെ പ്രതിരോധിക്കുമെന്നും തങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ മാത്രമല്ല സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഭീകരതയുടെയും ഇരുണ്ട കാലത്തേക്ക് മടക്കിക്കൊണ്ടുപോകാനുമാണ് ശത്രുക്കൾ ശ്രമിക്കുന്നതെന്നും നെതന്യാഹു ആഞ്ഞടിച്ചു. ഹിസ്ബുള്ളയ്ക്കെതിരെയും അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. ഹിസ്ബുള്ളയുടെ ഭീഷണി ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലിൻ്റെ കടമയാണ്. ഞങ്ങൾക്ക് പൗരന്മാരെ തിരികെ കൊണ്ടുവരണം. അതാണ് ഇസ്രായേൽ ഇപ്പോൾ ലെബനനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം പൊതുസഭയിൽ പ്രസംഗിക്കണമെന്ന് താൻ കരുതിയിരുന്നതല്ല എന്നും ജീവന് വേണ്ടിയുള്ള യുദ്ധത്തിലാണ് തൻ്റെ രാജ്യമെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിച്ചവരിൽ പലരും ഇസ്രായേലിനെതിരെ നുണകളും അപവാദങ്ങളും പറഞ്ഞു വരുത്തുന്നതായി അറിഞ്ഞ സാഹചര്യത്തിലാണ് കൃത്യമായി കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാൻ താൻ താൽപ്പര്യപ്പെട്ടതെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നേരത്തെ വ്യാഴാഴ്ച പ്രസംഗിക്കാനായിരുന്നു നെതന്യാഹു ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇതിൻ്റെ യാത്ര വൈകുകയും തുടർന്നാണ് പ്രസംഗം ഇന്നലത്തേക്ക് മാറ്റിയത്. നെതന്യാഹു തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ പ്രസംഗം സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, നെതന്യാഹുവിൻ്റെ പ്രസംഗം ഐക്യരാഷ്ട്രസഭയിൽ അവസാനിച്ച് മിനിറ്റുകൾക്കകം തന്നെ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതും ഇസ്രായേലിൻ്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് കാണിക്കുന്നത്. ഞങ്ങൾക്കെതിരെ പോരാടാൻ ആര് വന്നാലും അവരെ തകർക്കും എന്ന പ്രഖ്യാപനം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ന്യൂയോർക്കിൽ നെതന്യാഹു നടത്തി പൂർത്തിയാക്കിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേൽ സൈന്യം ഇത്തരം ഒരു ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതൊക്കെ തന്നെ നേരത്തെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ ആയിരിക്കാം നടപ്പിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഹിസ്ബുള്ള തീവ്രവാദികൾ കരുതിയത് നെതന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിക്കുന്ന ദിവസമായതുകൊണ്ട് ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കില്ല എന്നായിരുന്നു. പക്ഷേ അവരുടെ എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ ശക്തമായ തോതിലുള്ള ആക്രമണം നടന്നത്. എന്താണെങ്കിലും നെതന്യാഹുവിൻ്റെ ഐക്യരാഷ്ട്ര പൊതുസഭയിലെ ഈ പ്രസംഗത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പലരും ഇസ്രായേലിനെ വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും തങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും ഇക്കാര്യത്തോട് തങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നും വളരെ വ്യക്തമായി തന്നെ ഐക്യരാഷ്ട്ര പൊതുസഭയെ ബോധ്യപ്പെടുത്താൻ നെതന്യാഹുവിന് കഴിഞ്ഞു. മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ പല നിലപാടുകളെയും ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് നിന്ന് വിമർശിക്കാനും നെതന്യാഹു ധൈര്യം കാട്ടി എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.